എൽ.ഡി.എഫ് ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പയ്യനാമൺ സ്വദേശി ആനന്ദനാണ് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. നിക്ഷേപത്തുക തിരികെ ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി നിരവധി ആളുകൾ ബാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 65 വയസ്സുള്ള ആനന്ദൻ ബാങ്കിൽ നിക്ഷേപിച്ചത് 11 ലക്ഷം രൂപ. ഇതിൽ തിരികെ ലഭിച്ചത് 1.5 ലക്ഷം മാത്രം. പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ ആനന്ദൻ നടത്തി. ഇന്നലെയും ആനന്ദൻ ബാങ്കിലെത്തിയിരുന്നുവെങ്കിലും പണം ലഭിച്ചില്ലെന്നും തുടർന്നാണ് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയതെന്നും മകൾ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആനന്ദൻ. തീർച്ചയായിട്ടും സഹകരണ സംഘക്കാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. ഇന്നലെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പം പലിശ കുറച്ചെങ്ങാണ്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അച്ഛൻ പറഞ്ഞു, എനിക്ക് അടുത്ത പൈസ ഇന്ന സമയത്ത് എത്ര തീയതിയെന്ന് എനിക്കറിയത്തില്ല, അച്ഛൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ജീവിതകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ 11 ലക്ഷത്തിൽ അവർ 1.5 ലക്ഷം രൂപ തന്നിട്ടുള്ളൂ. പിന്നീട് ഈ പലിശയ്ക്ക് ചെന്നപ്പോൾ മുതലും ഇല്ല. അപ്പോൾ അച്ഛനെ മാനസികമായിട്ട് അന്ന് തൊട്ടേ തകർച്ചയിലായിരുന്നു. പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻഗണനാ ക്രമത്തിൽ പണം തിരികെ നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ പണം നൽകാൻ ബാങ്കിലായില്ല. നിലവിൽ ധാരാളം പേർ നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് പലിശ എല്ലാം കൂടെ 10 ലക്ഷത്തിൽ മേലുണ്ട്. ബാങ്കിൽ ബന്ധപ്പെടുമ്പോൾ പൈസ ഇല്ല, കസ്റ്റമർ ആരും വന്നില്ല, ഇന്ന് അല്ലെങ്കിൽ നാളെ തരാം, ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഇന്നലെ ഞാൻ ഇന്നലെ വിളിച്ചുണ്ടെങ്കിൽ ബെല്ലേ ഉള്ളു, എടുക്കുന്നില്ല. ഇന്ന് 2 തവണ വിളിച്ചു, ബെല്ലുണ്ട്, എടുക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വിളിച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ച വന്നില്ല. അതിൻ്റെ തലേ ആഴ്ച വന്നപ്പോൾ 2000 രൂപ വന്നു. അതിന് 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ 2000 രൂപ വന്നു. എനിക്കതിനകത്ത് മരുന്ന് വാങ്ങിക്കാൻ പോലും എനിക്ക് തികയുന്നില്ല പൈസ. 30 വർഷം മുമ്പുള്ള നിക്ഷേപം, 30 വർഷം കൊണ്ടുള്ള. മുഴുവൻ തുകയും തിരികെ നൽകാനുള്ള ശേഷി ബാങ്കിനില്ല. എന്നാൽ പലിശ ഇനത്തിൽ തുക തിരികെ നൽകുന്നുണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത്. പലിശ നമ്മൾ കൊടുത്തു, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 6 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം ഭരണസമിതി പോലീസുമായിട്ടൊക്കെ സംസാരിച്ച് ധാരണയിലെത്തി നമ്മൾ പറഞ്ഞ എമൗണ്ട് കൊടുത്തിരുന്നു. ബാക്കി എമൗണ്ട് എല്ലാം റിന്യൂ ചെയ്തിട്ടേക്കും. ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോകുന്നവരാരും പൈസ അടയ്ക്കുന്നില്ല തിരിച്ച്. അപ്പോൾ വലിയ എമൗണ്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമ്മൾ മാക്സിമം എല്ലാവർക്കും പരമാവധി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട.